1000 വാതിലുകൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ കൊട്ടാരം ഏത്? ഹർസാദുവാരി, ഉജ്ജയിൻത, താജ് ലേക്ക്, ഉമൈദ് ഭവൻ. ഉത്തരം ഹർസാദുവാരി. ഇന്ത്യൻ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിലെ മുർഷാദിബാദിലെ ഹർസദ്വാരി കൊട്ടാരം 1000 വാതിലുകൾക്ക് പേരുകേട്ടതാണ്. യഥാർത്ഥത്തിൽ 100 വാതിലുകൾ മാത്രമേയുള്ളൂ. ബാക്കിയുള്ള 90 എണ്ണം വ്യാജമാണ്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് കൊട്ടാരത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? തുംഗഭദ്ര, കല്ലനൈ, ഇടുക്കി ഡാം, തെഹ്രി ഡാം. ഉത്തരം കല്ലനൈ. തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കല്ലനൈ അണക്കെട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. ഗ്രാൻഡ് ആനിക്കെട്ടെന്നും ഇതിനെ അറിയപ്പെടുന്നു. മരണം അടുക്കുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? ദാഹം, വിശപ്പ്, കേൾവി, കാഴ്ച. ഉത്തരം വിശപ്പ്. ആദ്യം വിശപ്പും പിന്നെ ദാഹവും ഇല്ലാതാകുന്നു. അടുത്തതായി സംസാരം നഷ്ടപ്പെടുന്നു. തുടർന്ന് കാഴ്ചയും. അവസാനമായി പോകേണ്ട ഇന്ദ്രിയങ്ങൾ സാധാരണയായി കേൾവിയും സ്പർശവുമാണ്. മരണാനന്തരം മനുഷ്യ മസ്തിഷ്കം എത്ര നേരം ജീവിക്കും? 3 മിനിറ്റ്, 8 മിനിറ്റ്, 6 മിനിറ്റ്, 10 മിനിറ്റ്. ഉത്തരം 6 മിനിറ്റ്. ഓക്സിജൻ ഇല്ലാതെ 4 മിനിറ്റിന് ശേഷം സ്ഥിരമായ മസ്തിഷ്കക്ഷയം ആരംഭിക്കുന്നു. 4 മുതൽ 6 മിനിറ്റ് കഴിഞ്ഞ് മരണം സംഭവിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സെമിത്തേരി ഏത് രാജ്യത്താണ്? ഇറാൻ, സൗദി, ഇറാഖ്, പാകിസ്ഥാൻ. ഉത്തരം ഇറാഖ്. ഇറാഖിലെ നജാബ് സെമിത്തേരി ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനമാണ്. ഏകദേശം 1500 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നു. ലോകസുന്ദരിയായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഐശ്വര്യ റായ്, ലാറ ദത്ത, റീത്ത ഫാരിയ, സുസ്മിത. ഉത്തരം റീത്ത ഫാരിയ. 1943 ഇന്ത്യയിലെ മുംബൈയിൽ ജനിച്ച റീത്ത ഫാരിയ പവൽ 1966 ലോകസുന്ദരി പട്ടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയും ഏഷ്യൻ വനിതയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കായിക വിനോദം ഏത്? ഹോക്കി, കബഡി, ഫുട്ബോൾ, ഗുസ്തി. ഉത്തരം ഗുസ്തി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കായിക വിനോദമാണ് ഗുസ്തി. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതുമായ കായിക ഇനങ്ങൾ ഒന്നായും ഇന്ത്യയിലെ ഗുസ്തി കണക്കാക്കുന്നു. ഏത് രാജ്യത്താണ് വജ്രം ആദ്യമായി കണ്ടെത്തിയത്? കാനഡ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്ത്യ. ഉത്തരം ഇന്ത്യ. 1730-കൾ വരെ വജ്രങ്ങളുടെ ലോകത്ത് അറിയപ്പെടുന്ന ഏക ഉറവിടം ഇന്ത്യയായിരുന്നു. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത് എന്ത്? വജ്രം, ഓക്സിജൻ, ഡ്രൈ ഐസ്, കരി. ഉത്തരം ഡ്രൈ ഐസ്. ഖരാവസ്ഥയിൽ അത് ഐസ് പോലെ കാണപ്പെടുന്നു. അത് ഉരുകുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകത്തിലേക്ക് പോകുന്നു. ചൂടാകുമ്പോൾ ഖരം ആദ്യം ദ്രാവകമായി മാറാതെ വാതകമായി മാറുന്നതിനാണ് ഇതിനെ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആത്മഹത്യാ രീതി ഏതാണ്? തൂങ്ങിമരണം, വിഷം കഴിച്ച്, ട്രെയിൻ തട്ടി, ഞരമ്പ് മുറിച്ച്. ഉത്തരം തൂങ്ങിമരണം. സമൂഹങ്ങളിലെ ആത്മഹത്യയുടെ പ്രബലമായ മാർഗമാണ് തൂങ്ങി മരിക്കുന്നത്. നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് സാധാരണമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം നാളെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.